ഇതിപ്പോൾ അമ്മ കണ്ടാൽ എന്തായാലും എന്നെ വഴക്കുറയും. അത് കാരണം ഞാൻ നശിപ്പിക്കാറുള്ളത്. ഇത് കാരണം കാണാണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനലിന് വേണ്ടി. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റും ഷെയർ എല്ലാവർക്കും ചെയ്തു, പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചു. അവനെന്താണെന്ന് തുടങ്ങാം. ആദ്യം തന്നെ അന്നക്കുട്ടി ജോസഫിൻ്റെ 2 ബുക്കും. ആദ്യത്തെ സ്നേഹം കാമം ഭ്രാന്ത് എന്ന് പറഞ്ഞതും, പിന്നെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറഞ്ഞൊരു ബുക്കാണ്, നല്ല ബുക്കാണ്. അടുത്തത് സായി ഗീത, ദൈവത്തിനെ കുറിച്ച് ഇതാണ് എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. പിന്നെ അടുത്തത് ഇക്കിഗായ്. ഇക്കിഗായ് എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആമസോണിൽ കിട്ടുന്ന ബുക്കാണ്. അടുത്തത് നിങ്ങൾക്ക് സീക്രട്സ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ബുക്ക് മെയിനായിട്ട് മേടിച്ചു. ദ സീക്രട്ട്, രഹസ്യം എന്ന് പറഞ്ഞൊരു ബുക്കാണ്, നല്ലൊരു ബുക്ക്. വേണമെങ്കിൽ മേടിക്കാം, ആമസോണിലൊക്കെ കിട്ടും. പിന്നെ അടുത്തത് ആടുജീവിതം, ബെന്യാമിൻ എഴുതിയത്, എല്ലാവർക്കും അറിയാം, എന്തായാലും കണ്ടിട്ടുണ്ടാവും, മൂവിയൊക്കെ. അടുത്തത് മാധവി കുട്ടി എഴുതിയ ബുക്കാണ്. 3 മൂന്നെണ്ണത്തിലും നല്ലൊരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് അടുത്ത പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യും നല്ലോണം. അടുത്തത് സച്ചിൻ തെണ്ടുൽക്കർ, എൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്, മലയാളത്തിലും ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. ഇതാർക്കെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. അടുത്ത പിന്നെ ഇവിടുന്ന് വെദർ ഹേറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്, ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ ഫുൾ ഇത് എഴുതിയേക്കണത്. ഇതൊക്കെ ഞങ്ങൾ അമ്മ എവിടെയെങ്കിലും കണ്ടാലും ഇതൊക്കെ മേടിച്ചു കിട്ടും, വെറുതെ എങ്കിലും മേടിച്ചു കിട്ടിയിട്ട് വെറുതെ ഇരുന്ന് വായിക്കും. അപ്പോൾ ഇത് അടുത്തത് അമ്മ എന്ന് പറഞ്ഞൊരു ബുക്കാണ്, നല്ലൊരു ബുക്ക്, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കണതാണ് ഇത് ഫുള്ള്. പിന്നെ സർ AD വാസുദേവൻ നായരുടെ ബുക്കാണ്. ആദ്യത്തെ കളിവീട്, പിന്നത്തെ നിൻ്റെ ഓർമ്മകൾ, പിന്നത്തെ അസുര വിത്ത് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. മലയാളം അത്ര പ്രശ്നമില്ല കാരണം കേട്ടോ ഗൈസ്, ഒന്നും തോന്നരുത്. പിന്നെ അടുത്തത് ഇംഗ്ലീഷിൽ വലിയൊരു ബുക്കാണ്, ബ്രെയിൻ ഗെയിംസ് ഫോർ ക്ലിയറിങ് ചിൽസ്. അപ്പോൾ ഇത് നല്ലൊരു ബുക്കാണ്, നല്ല ടാസ്കും ഇതെല്ലാം കിട്ടുന്നൊരു ബുക്കാണ്. അടുത്തത് ജൂനിയർ ക്ലാസിക്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇതിൽ ഫുൾ എഴുതിയുണ്ട്, ഇംഗ്ലീഷിലാണ് ഇത് ഫുള്ള്. ഇത് ഇംഗ്ലീഷിൽ ഫുള്ള് ഒരു ആണ്. ഇതെൻ്റെ അനിയത്തിക്ക് അമ്മ മേടിച്ചു കൊടുത്താണ്. പിന്നെ അടുത്തത് ഫെയറി ടെയിൽസ്, ഇതിൽ ഫുൾ സ്റ്റോറിയാണ് ഫെയറി ടെയിൽസിൽ. ഇത് ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ മേടിച്ചോ, കൊച്ചുങ്ങൾക്ക് വേണ്ടിയോ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ മേടിക്കാം. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അറിയില്ല, ഇത് പഠിക്കണം എന്ന് പറയുമെങ്കിൽ ഈ 4 ബുക്കും നല്ല ബുക്സാണ്, മേടിക്കണമെങ്കിൽ മേടിക്കാം. ആദ്യത്തെ ബുക്ക് ഡോക്ടർ ലക്ഷ്മി നായരുടെ ഒരു ബുക്കാണ്, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പച്ചക്കറികളുടെയും നല്ലൊരു ഡീറ്റെയിൽസും എഴുതിയുണ്ട്, പിക്ചർ അടക്കമുണ്ട്. അപ്പോൾ അടുത്തത് നിങ്ങൾ മലയാളിക്ക് പറ്റിയതാ സദ്യ ഇല്ലെങ്കിൽ വേറൊരു കളിയില്ല, അത് പറയണ പോലെ ഇതിലും ഉണ്ട്, ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാണ്. മലയാളി ഫുഡ്, അതൊരു രസം കേൾക്കാൻ. അപ്പോൾ അടുത്തത് രാവിലത്തെ ഭക്ഷണം, അതിൻ്റെ ഒരു ബുക്കാണ്. രാവിലത്തെ ഫുഡ് ദോശ, ഇഡ്ഡലി അങ്ങനത്തെയൊക്കെ ഫുഡിൻ്റെ ലിസ്റ്റാണ് ഇതിൽ, ലിസ്റ്റ് അടക്കമുണ്ട്. അപ്പോൾ ഇതും മേടിക്കണമെങ്കിൽ മേടിക്കാം. അടുത്തത് മീറ്റ് ഡിഷ്, ഇംഗ്ലീഷിൽ പറയണ ഒരു ബുക്കാണ്. ഇതിപ്പോൾ കണ്ടോ, മീറ്റ്സ് ഓയിലി ആയിട്ടുള്ള ഫുഡും, ഈ മീറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോഴീൻ്റെയൊക്കെ ഇത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ അടക്കമുണ്ട്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒരു റെസിപ്പി ഉണ്ട്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ശരിയാണ്, ബൈ, സബ്സ്ക്രൈബ് മൈ ചാനൽ.